കോറോ ഹെൽത്തിന് പിന്നാലെ കൊച്ചിയിലെ മറ്റൊരു സ്ഥാപനമാണ് ഈ ടാൽഡ്രോപ്പ് എന്ന് പറയുന്നത്. ആ സ്ഥാപനത്തിലാണ് ഇത്തരത്തിൽ തൊഴിലാളികൾക്ക് വലിയ രീതിയിൽ പ്രതിസന്ധി നേരിടേണ്ടി വന്നത്. അതായത് ഇവരെ ഘട്ടം ഘട്ടമായി ഈ കമ്പനി അധികൃതർ പിരിച്ചുവിട്ടു. അതിനുശേഷം പലർക്കും ശമ്പളം നൽകാതെ കമ്പനി ഒരു തരത്തിലുമുള്ള ബന്ധപ്പെടലുകളോ അല്ലെങ്കിൽ അവരെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ഇതോടുകൂടിയാണ് ഇവർ ഇത്തരത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ ജീവനക്കാർ പലരും 11-6 മാസം ശമ്പളം മുടങ്ങിയ ആളുകളാണ്. അത്രയും മാസങ്ങളായി ഈ ശമ്പളം മുടങ്ങിക്കിടക്കുന്ന ആളുകളാണ്. ഇതോടുകൂടിയാണ് ഇത്തരത്തിൽ ഇവർ ഈ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഈ കമ്പനി അധികൃതർ പറയുന്നത് വന്നതോടുകൂടി ഇത്തരത്തിൽ ആളുകളെ പിരിച്ചുവിടുക എന്നതാണ്. ഏകദേശം 300ഓളം പേരാണ് കൊച്ചിയിലെ ഈ ടാൽഡ്രോപ്പ് കമ്പനിയിൽ മാത്രം പ്രവർത്തിക്കുന്നത്. അവിടെയുള്ള ആളുകളെല്ലാം തന്നെ ഘട്ടം ഘട്ടമായി പിരിച്ചുവിട്ടതാണ്. കഴിഞ്ഞ വർഷം പിരിച്ചുവിട്ട ആളുകളടക്കം ഇതിലുണ്ട്. എന്നാൽ ഈ ശമ്പളം മുടങ്ങിയതാണ് ഇത്തരമൊരു പ്രതിസന്ധിക്ക് കാരണം. ഇവർ നേരത്തെ ലേബർ കോഡിലും പോലീസിലും എല്ലാം തന്നെ ഇത് സംബന്ധിച്ച് പരാതി നൽകി. പക്ഷേ കാര്യമായ ഇടപെടലുകളൊന്നും ഉണ്ടായിട്ടില്ല. അതിന് പിന്നാലെയാണ് ഈ കോറോ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നടക്കുകയും ചെയ്തത്. അതിനിടെയാണ് അവർ ഇത്തരത്തിൽ ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തത്. എന്തായാലും ശമ്പളം ലഭിക്കാത്തത് തന്നെയാണ് ഇവരുടെ വലിയ പ്രതിസന്ധി. കാരണം മാസങ്ങളോളം മുടങ്ങിക്കിടക്കുന്ന ശമ്പളമാണ് ഉള്ളത്. അതിൽ കമ്പനി അധികൃതർ ഒന്നും തന്നെ അതിൽ കാര്യമായ ഇടപെടൽ നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു തരത്തിലുമുള്ള വ്യക്തത വരുത്തിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് അവർ പോവുകയും ചെയ്യുന്നത്. ഈ കമ്പനി ജീവനക്കാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി? ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല. ഞങ്ങൾക്ക് അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാം. അത്രത്തോളം ബുദ്ധിമുട്ടിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വേറൊരു ജോലി കിട്ടാൻ ശ്രമിച്ചാൽ പോലും ആ ജോലി കിട്ടുന്നില്ല പല ആളുകൾക്കും. അതുകൊണ്ട് തന്നെയാണ് പല ആളുകളും ഇവിടെ വരാത്തത്. ഇത്തരത്തിലുള്ളൊരു സമരത്തിലോ കാര്യത്തിലോ ഫേസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഫ്യൂച്ചർ പോകുമെന്നുള്ള ഒരു ത്രെട്ടനിങ് കൂടി ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ പല ആളുകളും വരാത്തത്. ഇത്രയും പിരിച്ചുവിട്ടതിന് കാരണം ഇവർ പറയുന്നത് പുതിയ രീതിയിൽ ഇനിയിപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ പല കാരണങ്ങൾ പറയുന്നുണ്ട്. എയുടെ വരവോട് കൂടിയിട്ട് ഇനി ഉള്ള കാലത്ത് ഇങ്ങനത്തുള്ള കമ്പനി പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ പുതിയൊരു കമ്പനി രൂപീകരിക്കാൻ പോകണതാണ്. റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പനി രൂപീകരിച്ച് മുന്നോട്ട് പോകാൻ പോകണമെന്നാണ് അവർ പറയുന്നത്. ഘട്ടം ഘട്ടമായിട്ടായിരുന്നോ ജീവനക്കാരെ പിരിച്ചു? ഇത് ഓരോ സെറ്റ് ബാച്ച് ആയിട്ട് തന്നെയാണ് എല്ലാ എംപ്ലോയീസിനും മീറ്റിങ്ങുകൾ നടത്തിയിട്ട് ഇവരുടെ അടുത്ത് പറയുമായിരുന്നു April 26 ആകുമ്പോഴേക്കും ഒരു ബാച്ചിൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങളുടെ സെറ്റിൽമെൻറ്റും കാര്യങ്ങളും നടത്തുന്നു. പിന്നെ അവർക്ക് അടുത്ത് മെയിൽ പോയിട്ട് പറഞ്ഞ് മെയിലേക്ക് May 31 ആകുമ്പോഴേക്കും സെറ്റിൽമെൻറ്റ് ആക്കും. ഇത് ജസ്റ്റ് മെയിലുകൾ മാത്രം പോകലുള്ളൂ. ഒരു ഘട്ടമായിട്ടുള്ള പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇവിടുന്ന് ചെയ്തിട്ടില്ല. അത് ആ എംപ്ലോയീസ് പ്രതികരിക്കുന്നവരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ അവരുടെ പ്രതികരണം നിർത്തും. അതാണ് ഇവരുടെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് കേൾക്കുന്നത്. മാസങ്ങളോളം ശമ്പളമാണ് അവിടെ കിടക്കുന്നത്. മാസങ്ങളോളം പെൻഡിംഗ് ആയിട്ട് സാലറിയുള്ള ആളുകളുണ്ട്. ഇപ്പോൾ ഞാൻ HR വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ജൂലൈ മുതൽ സാലറി പെൻഡിംഗ് ഇഷ്ടം പോലെ ആളുകൾ എനിക്കറിയാം. ഓരോ ആളുകളും വിളിച്ച് അവരുടെ വീട്ടിലെ സിറ്റുവേഷനും കാര്യങ്ങളും പറയും. അപ്പോൾ ഈ ജൂലൈ മുതൽ ഈ മെയ് വരെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലയളവ് 0 എമൗണ്ടിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു എമൗണ്ട് പോലും ക്ലിയർ ആക്കാതെ പെൻഡിംഗ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കമ്പനി അധികൃതർ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടത്? കമ്പനി അധികൃതർ ഓരോ റീസണാണ് പറയുന്നത്. ഇപ്പോൾ ജൂലൈ മുതൽ പെൻഡിംഗ് ഉള്ള സംഭവത്തൊക്കെ ചോദിക്കുന്നത് പറയുന്നത് ഇപ്പം ക്ലിയർ ആക്കാത്തത് ദുബായിലെ വാർ ഇഷ്യൂ കൊണ്ടാണെന്ന് പറയുന്നത്. ജൂലൈ 2025 ദുബായിൽ വാറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇപ്പം പറഞ്ഞിരിക്കുന്ന റീസൺ പറയുന്നത് ദുബായിയുടെ വാർ. അത് ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ റീസൺസാണ്. കമ്പനിയുടെ ഓരോ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അഡ്വർടൈസ്മെൻറ്റ്, മാർക്കറ്റിംഗ് എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ എംപ്ലോയീസിൻ്റെ സാലറി എപ്പോഴും ഒരു സെക്കൻഡറി ആയിട്ട് തന്നെയാണ് ഇവർ കൺസിഡർ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പേ ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ ഡേറ്റ്സ് കുറച്ച് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ലേബർ കമ്മീഷനെയൊപ്പം പോലീസിനൊക്കെ ബന്ധപ്പെട്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് എന്താണ് പറഞ്ഞത്? നമ്മൾ ഓൾറെഡി കുറച്ച് സ്റ്റാഫ് പോയിട്ട് തൃക്കാക്കര പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാണ് ആദ്യം കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ പോലീസിൽ പറഞ്ഞു ഇത് ലേബർ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട കേസാണ്, ഇത് പോലീസിൻ്റെ കേസിൽ FIR കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ലേബർ ഓഫീസിൽ എല്ലാവരും അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ലേബർ ഓഫീസ് പറയുന്നത് ഞങ്ങൾ അവരെ കണക്ട് ചെയ്യാൻ നോക്കുമ്പോൾ ആരും റെസ്പോൺസോ കാര്യങ്ങളോ തരുന്നില്ല, നിങ്ങൾ ലേബർ കോർട്ടിലേക്ക് പോകുന്നുള്ള നോട്ടീസ് മാത്രമാണ് തന്നേക്കുന്നത്. എല്ലാ ജില്ലകളിലും ഉണ്ടല്ലോ ഈ കമ്പനി പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അവിടെയൊക്കെ സമാനമായ അവസ്ഥയാണ്. ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന 99% വർക്ക് ചെയ്തിരുന്ന സമയത്ത് സെയിം അവസ്ഥയാണ്, അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും സെയിം അവസ്ഥയാണ്, ഒരു മാറ്റമില്ല. ഇങ്ങനെ പിരിച്ചുവിടുമ്പോൾ ഇവരെന്താണ് നിങ്ങളോട് പറഞ്ഞിരുന്നത്? കമ്പനിയുടെ അവസ്ഥ കുറച്ച് പ്രശ്നത്തിലാണ്, നമുക്ക് മുന്നോട്ട് പോകുന്നൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ആരും പേടിക്കേണ്ട. April 26 കൂടി നിങ്ങളുടെ എല്ലാ പെൻഡിങ് സാലറിയും കാര്യങ്ങളെല്ലാം ക്ലിയർ ആവും. അല്ല നിങ്ങൾക്ക് പെൻഡിങ് സാലറി തന്നെ മുന്നോട്ട് പോകേണ്ടവർക്ക് മുന്നോട്ട് പോകാൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. നമ്മൾ സാലറി തരത്തില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചുമ്മാ വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യാം, പക്ഷേ സാലറി ആയിട്ട് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെ. നമുക്ക് സാലറി കിട്ടുന്നതിൻ്റെ മാത്രമല്ല, നമ്മുടെ അവകാശമായിരുന്നു, അതാണ് ലംഘിക്കപ്പെട്ടത്. കാര്യം ഈ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ആളുകൾ ഇവിടെ വരുന്നില്ല. കാരണം ക്യൂറായിട്ട് പറയുകയാണെങ്കിൽ പേടിയാണ്. കാര്യം പ്രതികരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പേഴ്സണലി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം പേടിച്ചിട്ടുകൊണ്ടാണ് ആരും പ്രതികരിക്കാത്തത്, ഒരാൾ പോലും പ്രതികരിക്കാത്തത്. ഇവിടെ മുന്നേ ജോലി ചെയ്തിരുന്ന ആളാണ്. ഇല്ല, ഞാനൊരു ഫ്രഷറാണ്. പിന്നെ ഇവിടെ ചേർന്നിട്ട് ഫസ്റ്റ് മന്ത് സാലറി പോലും കിട്ടിയിട്ടില്ല. അത് ചോദിക്കുമ്പോൾ പെൻഡിങ് വെച്ചിട്ട് പിന്നീട് തരാം എന്നുള്ള റിപ്ലൈ മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് ഇപ്പോൾ അവിടുന്ന് ലേ ഓഫ് കാരണം തന്നെ ടെർമിനേറ്റ് ചെയ്യപ്പെട്ടു. ഇതിൻ്റെ ഇടയിൽ ആക്സിഡൻറ്റ് പറ്റിയിട്ട് ESIയുടെ കാര്യങ്ങൾ ചോദിച്ചിട്ട് പോലും എനിക്ക് അത് ക്ലെയിം ചെയ്ത് തന്നിട്ടില്ല. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഫിനാൻഷ്യൽ ഡെപ്റ്റും കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് വർക്കും കൊണ്ടുവരുന്നത്. എത്ര മാസം ജോലി ചെയ്തിട്ടുണ്ട്? ഞാൻ 6 മന്ത് പിരിച്ചുവിട്ടു. പ്രൊബേഷൻ പീരീഡിൻ്റെ ഉള്ളിൽ.
ശമ്പളമൊക്കെ മുടങ്ങിക്കിടക്കുക. ആ അതെ, അതേമാതിരി തന്നെ ലോണും കാര്യങ്ങളുണ്ട്. നമുക്ക് ഓരോ എംപ്ലോയീസിനും ഓരോ അവസ്ഥകളുണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇവരെ അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷേ ഇവർ യാതൊരു റെസ്പോൺസും തരാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ അവസ്ഥ അത്രയ്ക്ക് ഇതാവും. പിന്നെ കമ്പനീനെ ഒരു ബാഡായിട്ടുള്ള ഒരു ബ്രാൻഡിങ് കൊടുക്കണമെന്നില്ല. ഇപ്പോഴും കമ്പനിയോടുള്ളൊരു നമുക്കുള്ളൊരു ഇതുണ്ടല്ലോ. പിന്നെ കമ്പനീനെ പറ്റി യാതൊന്നും പറയണമെന്നില്ല, പക്ഷെ നമ്മളുടെ റൈറ്റ്സ് ഉണ്ട്, അത് വയലേറ്റ് ചെയ്യപ്പെടരുതെന്ന് മാത്രമാണ്. ഷമി, ഇത് തന്നെയാണ് അവർ പറയുന്നത്. ഈ ടാൽഡ്രോപ്പ് എന്ന കമ്പനി ഇത് മാസങ്ങളോളമായി ഈ ശമ്പളം മുടങ്ങിക്കിടക്കുകയാണ്. ആ ശമ്പളം ലഭിക്കാത്തത് വരെ, അത് ലഭിക്കുന്നത് വരെ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം പലരും 6-7 മാസം ജോലി ചെയ്ത ആളുകളാണ്. ആ മാസത്തെ എല്ലാം ശമ്പളം ഇത്തരത്തിൽ മുടങ്ങിക്കിടക്കുകയാണ്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, മാസങ്ങളോളമായുള്ള ഇവരുടെ പ്രതിസന്ധിയാണ്. പല തവണയായി കമ്പനി അധികൃതരെ ബന്ധപ്പെട്ടു. അന്നൊന്നും ഒരു തരത്തിലുമുള്ള ഇടപെടലോ അല്ലെങ്കിൽ ഈ ശമ്പളം തരുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. ഓരോരുത്തരെയും ഇത്തരത്തിൽ ഘട്ടം ഘട്ടമായി പിരിച്ചു വിട്ടതുകൊണ്ട് തന്നെ പിന്നീട് ഈ കമ്പനി ഒരു നീക്കുപോക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല. ഇവർ ലേബർ കോർട്ടിലും ഒപ്പം ഈ പോലീസിലും ഒക്കെ പരാതി നൽകി. പക്ഷേ വേണ്ട ഇടപെടലൊന്നും നടന്നിട്ടില്ല എന്നാണ് ഈ ജീവനക്കാർ പറയുന്നത്. മാത്രമല്ല ഇവർക്ക് മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള പ്രതിസന്ധികൾ ഇവർ അനുഭവിക്കുന്നുണ്ട്. ഈ കമ്പനിയുടെ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ഇത്. എല്ലാ ജില്ലകളിലും, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും ഇതിൻ്റെ കമ്പനികളുണ്ട്. അവിടെയെല്ലാം തന്നെ സമാനമായ രീതിയിലുള്ള അവസ്ഥയാണ്. പലരെയും ജോലിക്കെടുത്ത് ഇത്തരത്തിൽ പല കാരണങ്ങൾ പറഞ്ഞവരെ പിരിച്ചുവിടുന്നു. പിന്നീട് ഈ എടുത്ത ജോലി, അതായത് ഇതുവരെ എടുത്ത ജോലിയുടെ ശമ്പളം നൽകാതെ ഇത്തരത്തിൽ പിരിച്ചുവിടുന്നു എന്നൊരു പ്രതിസന്ധി തന്നെയാണ് ഇവർ നേരിടുന്നത്. എന്തായാലും വലിയൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ഈ മന്ത്രിയെയും ഒപ്പം പോലീസിനെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള അധികാരികളൊക്കെ ഇവർ കണ്ടിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള ഇടപെടൽ ഇല്ലാതായപ്പോഴാണ് ഇപ്പോൾ പ്രതിഷേധവുമായി ഇവർ രംഗത്തെത്തുകയും ചെയ്യുന്നത്. എന്തായാലും പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് ഈ ജീവനക്കാരുടെ തീരുമാനം. കൊച്ചിയിൽ ടാൽറോപ്പ് എന്ന കമ്പനിയിൽ നിന്ന് ഏതാണ്ട് 300ഓളം തൊഴിലാളികളെയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ പാസാക്കിയിട്ടുള്ള പുതിയ തൊഴിൽ നിയമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ കൂട്ടപ്പിരിച്ചുവിടൽ സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത്. ലേബർ കോർട്ടിലേക്ക് പോയാലും മറ്റ് നിയമ നടപടികൾ സ്വീകരിച്ചാലും തൊഴിലാളികൾക്ക് ഒരു നീതിയും കിട്ടില്ല എന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അർച്ചനയാണ് വിശദാംശങ്ങൾ നൽകിയത്.